ഞാനീ നിൽക്കുന്നത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മൊട്ടമ്മൂട് ഗാന്ധിനഗർ എന്ന സ്ഥലത്താണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാം ഒരു തോടും അതിന് പുറകിലൊരു കാടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു തോടോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്നത് കാടോ ഒന്നുമല്ല. ഇതൊരു റെയിൽവേ അടിപ്പാതയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ഇതിനോടകം തന്നെ ഏകദേശം 15ഓളം വാഹനങ്ങൾ ഇതുവഴി പോയി. ബൈക്കും കാറും സ്കൂൾ ബസ്സുകളും ആംബുലൻസും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ നിരവധിയായിട്ടുള്ള ആളുകൾ പോണ വഴിയാണ്. സ്കൂൾ കുട്ടികൾ നടന്നു പോണ വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്താണ് ശരിക്കും അവസ്ഥ എന്നുള്ളത് ഈ ദുരിതം അനുഭവിക്കുന്ന ഇവിടത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് ശരിക്കുള്ള അവസ്ഥ? ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അതായത് ഇത് പഞ്ചായത്തുകാർ ചെയ്യും, റെയിൽവേക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കുന്നത് ഇവരാരും ചെയ്യുന്നില്ല. ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളമെല്ലാം ഇവിടെ കെട്ടുകയും അതുപോലെ രാത്രി സമയങ്ങളിൽ വേസ്റ്റ്, അതായത് അറവ് മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ട് രാത്രി കൊണ്ട് ഡിസ്പോസ് ചെയ്ത് പോകുന്നത്. അത് ഇവിടെ ഈ വെള്ളത്തിലൂടെ മിക്സ് ചെയ്ത് ഇവിടെ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ആകെ നമുക്ക് മുട്ടമ്മൂട് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വഴി ഇതാണ്. പിന്നെ ഉള്ളത് റെയിൽവേ ക്രോസ് ചെയ്യുന്നതാണ്. റെയിൽവേ ക്രോസ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനാണ്, സൗണ്ട് പോലുമില്ല. അപ്പോൾ എല്ലാ കുട്ടികളും ഈ വളരെ മോശപ്പെട്ട വെള്ളം ചവിട്ടിയാണ് കുട്ടികൾ പോകുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. അധികാരികൾ ഇതിന് ഇതുവരെ ഒരു മറുപടിയും തന്നിട്ടില്ല. ആരോടൊക്കെയാണ് നിങ്ങൾ ഇതുവരെ പരാതി പറഞ്ഞിട്ടുള്ളത്? പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കൊടുത്തായിരുന്നു. ഇതുവരെയായിട്ട് ആരും വന്ന് നോക്കിയിട്ടൊന്നും, വന്ന് നോക്കും അങ്ങ് പോകും. വേറെ സംസാരം വേറെ ഇതൊന്നും നോക്കൂല അവർ. ഇതാണ് റെയിൽവേക്കാർ പറയുന്ന പഞ്ചായത്തിൻ്റെതാണ്. പക്ഷെ ആരും തിരിഞ്ഞു നോക്കണില്ല. വലിയ കഷ്ടപ്പാടാണ്, വലിയ കഷ്ടപ്പാട്. അതാണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നതേ ഉള്ളൂ. കൊതുവും ഇതായിട്ട് ചൊറിച്ചിലും ഒരു നിവർത്തിയില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് കണ്ണു തുറന്ന് ഇതിനൊരു ഒരു പരിഹാരം കാണണം. ഞങ്ങളെ കുട്ടികൾ പോണ സ്ഥലമാണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതെ ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ ഇതുവഴി വരുന്നുണ്ട്. ചേട്ടാ, വലിയ ബുദ്ധിമുട്ടാണല്ലേ? വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. 10 വർഷമായി ഈ അണ്ടർ പാസേജ് ഇവിടെ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഇവിടുത്തെ ജനങ്ങൾ ഈ വെള്ളക്കെട്ട് മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ രാത്രിയായാൽ കുടുംബമായിട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. സാമൂഹ്യ വിരുദ്ധരും പിന്നെ വീടുകളിൽ നിന്നുള്ള മാലിന്യം, അറവ് മാലിന്യം, വീടുകളിൽ വളർത്തുന്ന നായ്ക്കുട്ടി, പൂച്ചക്കുഞ്ഞുങ്ങൾ, ചത്ത മൃഗങ്ങൾ എല്ലാത്തിനെയും കൊണ്ട് ഈ വെള്ളത്തിൽ കൊണ്ടിട്ടാണ് വളരെ ബുദ്ധിമുട്ട്. ഒരു നിവർത്തിയുമില്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചു. പഞ്ചായത്ത് മെമ്പർ 2-3 തവണ പുള്ളിയുടെ സ്വന്തം കാശ് മുടക്കി ചെയ്തു. എങ്കിലും സേവാഭാരതിയും വന്നിട്ട് 3-4 തവണ നല്ല രീതിയിലൂടെ ക്ലീൻ ചെയ്തിട്ടതാണ്. പക്ഷേ ഇതിന് വേറൊരു ശാശ്വത പരിഹാരം കാണാൻ ഇവിടുത്തെ അധികാരികളെ കൊണ്ട് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഇതാകണ്ടേ, എൻ്റെ മോളൊക്കെ സ്കൂളിൽ വിട്ട് ഞാനില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നാ വരുന്നത്. എന്താ മോളെ, എന്ത് പറയാനുണ്ട്? സ്കൂളിൽ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ വഴിയൊക്കെ വെള്ളം കെട്ടി കിടക്കണോണ്ട് നല്ല പാടാണ്. ഇതുവഴി തന്നെയല്ലേ സ്കൂളിൽ പോവേണ്ടത്? നടന്നാണോ പോവാറ്? നടന്നും പോകാറുണ്ട്. ഇപ്പോൾ ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള പ്രധാന കാരണം എന്താണ്? വെള്ളം കെട്ടി നിൽക്കാനുള്ള പ്രധാന കാരണം മേലിൽ നിന്നും വരുന്ന ഓട മേലിൽ അടച്ചിരിക്കുകയാണ്. അടച്ചതിന് ശേഷമാണ് ഇവിടെ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടായത്. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. സാമൂഹ്യ വിരുദ്ധർ, വെള്ളമടിക്കാർ എല്ലാം ഭയങ്കര വിഷയമാണ് ഇവിടെ. രാത്രിയായി കഴിഞ്ഞാൽ വെട്ടമോ വെളിച്ചമോ ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്നിലധികം പരാതികൾ ഈ നാട്ടുകാർക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. നമുക്കിവിടെ ചേച്ചിയും കുട്ടികളും ഒക്കെ ഉണ്ട്. ചേച്ചി, എന്താ അവസ്ഥ? എന്താ? വളരെ മോശമാണ് കേട്ടോ. കാരണം ഈ അണ്ടർ പാസേജ് വെള്ളം കിടക്കുന്നത് മാത്രമല്ല, ഈ അറവ് മാലിന്യങ്ങളെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഈ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടിടുമ്പോഴത്തേനും പട്ടിശല്യം, നല്ല രീതിയിൽ പട്ടിശല്യമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കണ്ടില്ലേ, കൊച്ചു കുട്ടികളാണ്. ഇവരൊക്കെ ഇതുവഴി നടന്നു പോകുമ്പോഴത്തേനും ഈ പട്ടികളുടെ നല്ല ഉപദ്രവമുണ്ട്. ബാക്കിൽ നിന്ന് അവളെ കടിക്കാൻ പോയിരിക്കുക. പട്ടി ഈ വേസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നതാണ്. ഈ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടികളും ആയിട്ട് ഇവിടെ കൊണ്ടിങ്ങനെ കളയുന്നുണ്ട്. അപ്പോൾ ഈ പട്ടികൾ ഇതുങ്ങളെ കടിച്ച് തിന്നുന്നുണ്ട്. ഇതിന് ഉപദ്രവം. അപ്പോൾ ഇങ്ങനെ കടിക്കുമ്പോഴത്തേനും കുട്ടികൾ നടന്നു പോകുമ്പോൾ കടിക്കില്ലെന്ന് എന്തിനാണ് ഉറപ്പ്? അതുപോലെ ഈ വെള്ളം കെട്ടി കിടക്കുന്നത്. ഞാൻ ഇതുവഴിയാണ് ഈ 3 കുട്ടികളെയും കൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ ചില സമയങ്ങളിൽ വെള്ളം കയറാറുണ്ട്. കുട്ടികൾ ഇങ്ങനെ 2 സൈഡും കാലിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അവരുടെ കാലിൽ ഈ വെള്ളം തട്ടാറുണ്ട്. എന്തെങ്കിലും ഒരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആവത്തില്ലേ? ഈ വേസ്റ്റ് ഈ ഡംപ് ചെയ്തിരിക്കുന്നത്, ഈ കോഴി വേസ്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. ഇതുവഴി പോകാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം കെട്ടി കിടക്കുന്നത് കാരണം നമുക്ക് യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അപ്പുറത്താണ് താമസിക്കുന്നത്. ഈ പട്ടി ശല്യം കാരണം നല്ല രീതിയിൽ എനിക്ക് ഗേറ്റ് പോലും തുറന്നിടാൻ പറ്റില്ല. വേസ്റ്റ് ഇട്ടിക്കുന്നത് കാരണം ഒരു ജനൽ തുറന്നിടാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷനാണ്. ഞാൻ പഞ്ചായത്തിൽ പരാതി പറഞ്ഞു, റെയിൽവേയിൽ പരാതി പറഞ്ഞു, പലരോടും പറഞ്ഞു. ഒരുപാട് തവണ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിലൊരു സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഒരിക്കൽ പഞ്ചായത്തിൽ രൂക്ഷമായ രീതിയിൽ പരാതിപ്പെട്ടതിനെ തുടർന്നിട്ട് അണ്ടർ പാസേജിനകത്ത് കിടന്ന വേസ്റ്റ് മൊത്തം 2 വാർഡ് മെമ്പർമാരും കൂടെ എടുത്തിട്ട് അപ്പർ സൈഡിലോട്ട് മാറ്റി വെച്ചു, ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ആ സമയത്ത് 2-3 മെത്ത ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ മെത്ത വെള്ളത്തിൽ കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും?
പറയണ്ടല്ലോ. ഈ മെത്ത ഉൾപ്പെടെ എടുത്ത് അപ്പുറ സൈഡിൽ വെച്ചിട്ട് പോയി. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വിത്തിൻ 1 വീക്ക് പഴയതിനെക്കാട്ടിയും രൂക്ഷമായിട്ടുള്ള രീതിയിൽ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു. എന്തെങ്കിലും ഒരു പോകാൻ വഴി ആരെങ്കിലും കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാവും. മോള് സ്കൂളിൽ പോകുന്ന വഴിയല്ലേ, ബുദ്ധിമുട്ടാണോ? അതെ, നല്ല ബുദ്ധിമുട്ടാണ്. ഈ വഴി ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കാണ്. ഈ സ്കൂൾ കുട്ടികൾക്ക് ഈ വഴി പോകാൻ പോലും പറ്റത്തില്ല. ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് ഒരു ക്യാമറയാണ്. കാരണം ഇവിടെ വേസ്റ്റ് കൊണ്ടിരുന്നാൽ നമുക്കൊരു തെളിവുമില്ല. ഇപ്പോൾ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തെളിവും ആവും. പിന്നെ രാത്രി ഈ വഴി വരാൻ ഭയങ്കര പേടിയാണ്. കാരണം ഈ വഴി വരുമ്പോൾ ഒരു വെട്ടം പോലും ഇല്ല. അപ്പം ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്താൽ പോലും നമ്മൾ അറിയൂല. ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അസഹ്യമായിട്ടുള്ള ദുർഗന്ധമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ വെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഈ സമീപം വലിയ കാടാണ്. പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ചാക്കുകെട്ടുകൾ നിറച്ച് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. ശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് തള്ളുന്നു എന്നുള്ള പരാതി പറയുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ കാൽനടയായിട്ട് പോകുന്ന വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാരും പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നുമൊക്കെ നടക്കുന്നുണ്ട്. വലിയ ഉദ്ഘാടന മഹാമഹങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് കാണണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ പറയുന്നത്. അത് കുട്ടികൾ ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ അവർ തുറന്നു പറയുകയാണ്. എന്തെങ്കിലും അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. മൊട്ടമൂട് ഗാന്ധിനഗർ റെയിൽവേ അടിപ്പാതയുടെ താഴെയാണ് ഇത്രയും വലിയ ദുരിത കാഴ്ച നമ്മൾ കാണുന്നത്. ക്യാമറമാൻ ഷാൻ ജയസിനും അജ്മലിനുമൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.